السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ജവാബ് ഗ്രൂപ്പിലെ ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രണ്ട് ലോകത്തും വിജയിക്കുന്നവരാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും ഹബീബായ റസൂലുള്ളാഹിൻ്റെ തൃപ്തിയും ലഭിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപാകതകളും അരുതായ്മകളും നമ്മുടെ പക്കൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നമ്മെ ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായം നാം അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ലുഖ്മാനിലെ 20-ാമത്തെ ആയത്ത് നാം ചർച്ച ചെയ്തു. അതിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. യാതൊരു അറിവോ ഏതെങ്കിലും തരം മാർഗദർശനമോ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമോ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന്. വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്യമാണ് ഇത്. ഇൽമ് മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. ഇൽമ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ലദുന്നിയായ ഇൽമാണ് എന്ന് ഇമാം റാസിയും റൂഹുൽ ബയാനും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന ലദുന്നിയായ ഇൽമ്. അള്ളാഹു ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ലദുന്നിയായ ഇൽമിനെ കുറിച്ച്. ഒരാളിൽ നിന്നും പ്രത്യേകമായ നിർദ്ദേശമോ അല്ലെങ്കിൽ മറ്റൊരാൾ പഠിപ്പിക്കലോ ഒന്നുമില്ലാതെ അള്ളാഹു നേരിട്ട് നൽകുന്ന ഇൽമ്, അതാണ് ലദുന്നിയായ ഇൽമ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ആ ലദുന്നിയായ ഇൽമ് വേണം ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ. അറിവോ വിവരമോ ഇല്ലാതെ വെറും അനാവശ്യമായൊരു ചർച്ച തനിച്ച വിഡ്ഢിത്തരമാണ്. ഹമാഖത്തുൻ ഉളുമ എന്നാണ് അതിൻ്റെ പേര്. നാം ഒരു വിഷയത്തിൽ തർക്കിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും നിലക്കുള്ളൊരു പരിജ്ഞാനം, ഒരറിവ് നമുക്കുണ്ടാവണം. അതൊന്നുമില്ലാതെ വെറുതെ വായിൽ തോന്നിയത് പറയുന്നതിന് വായാടുക എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ളത്. നിരർത്ഥകമായ ഇത്തരം തർക്കങ്ങൾ അതൊരു തന്റേടമുള്ള ബുദ്ധിയുള്ള ആളുകളുടെ പക്കൽ നിന്ന് വരുന്നതല്ല. വലാ ഹുദൻ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ലഭിക്കാതെ സന്മാർഗോപദേശം അല്ലെങ്കിൽ ദർശനം, സന്മാർഗ ദർശനം ലഭിക്കാതെ എന്ന് പറഞ്ഞ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം തഫ്സീർ ജലാലൈനിയിൽ കാണാം, ഹുദൻ എന്ന് പറഞ്ഞാൽ റസൂലിൻ എന്ന്. ഒരു പ്രവാചകന്റെ പ്രത്യേകമായ പ്രബോധനവും അല്ലെങ്കിൽ ഉത്ബോധനവും ലഭിക്കാതെ പറയുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. വലാ കിതാബി മുനീർ എന്നതുകൊണ്ടുള്ള വിവക്ഷ പ്രകാശിപ്പിക്കുന്ന ഗ്രന്ഥം എന്നാണ്.
വെളിച്ചം നൽകുന്ന ഗ്രന്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥങ്ങൾ, സമാവിയായ ഗ്രന്ഥങ്ങൾ, അല്ലാഹു തആല പ്രവാചകന്മാരിലേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ, 4 കിതാബുകളും 100 ഏടുകളും, അവകളൊക്കെ അതിന്റെ യഥാർത്ഥ രൂപത്തിലായപ്പോൾ അതൊക്കെ മുനീറുകളായിരുന്നു, പ്രകാശം നൽകുന്നതായിരുന്നു, വെളിച്ചം നൽകുന്നതായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും മാറ്റത്തിരുത്തലുകളും കൈകടത്തലുകളും നടന്നതുകൊണ്ട് അത് മുനീറല്ല, അത് പ്രകാശം നൽകുന്നതല്ല. അതിന് വ്യത്യസ്തമായ പേരുകൾ വരെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അമ്പിയാക്കൾ മുഖേന ലോകത്തിന് നൽകിയ അതിമഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ മാറ്റപ്പെട്ട് അതിന്റെ പേര് പോലും മാറ്റിയ അവസ്ഥയിലാണ് പിൽക്കാലത്ത് സംഭവിച്ചതെങ്കിൽ അതൊന്നും മുനീറായ കിതാബല്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ അവസ്ഥ അങ്ങനെയല്ല. അതിനെ ഒരു വള്ളി പുള്ളി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. വഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ്. അതിനെ ലോകാവസാനം വരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് തന്നെ ഖുർആനിനെ ഏതെല്ലാം രൂപത്തിൽ വികലപ്പെടുത്താൻ വേണ്ടി ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവർ പരാജയപ്പെടുക എന്നതല്ലാതെ ഖുർആനിക്ക് ഇതേവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇത്തരം ലഭിക്കുന്ന അറിവുകൾ ലഭിക്കുന്ന ഒരു സ്രോതസ്സുമില്ലാതെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അവർ തർക്കിക്കുകയാണ്, വായാടുകയാണ്, വെറും ജൽപ്പനങ്ങൾ നടത്തുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് ചില ആളുകൾ പറ്റ നിഷേധികളായി മാറി, ദൈവനിഷേധികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വുജൂദിനെ തന്നെ നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത്, മറ്റൊരു കൂട്ടം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരെ ചേർത്ത് ഒരു അടിസ്ഥാനവുമില്ലാതെ ബുദ്ധിപരമായി ഒരു നിലക്കും അംഗീകരിക്കാവതല്ലാത്ത ജൽപ്പനങ്ങളുമായി മുമ്പോട്ട് വരുന്ന ആളുകൾ വേറൊരു വശത്ത്. ഇനിയും അല്ലാഹു തആലയുടെ വിശേഷണങ്ങളെയും അള്ളാഹുവിന്റെ സിഫാത്തുകളെയും നിഷേധിക്കുന്ന വേറൊരു കൂട്ടം ആളുകൾ. ഇങ്ങനെ വ്യത്യസ്തമായ വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം സ്വയംഭൂവാണ് എന്നും ഇവിടെ ഒരു മഹാശക്തി, അല്ലാഹുവാകുന്നൊരു മഹാശക്തി ഇല്ല എന്നും വാദിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുക്തിരഹിതമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന യുക്തിവാദികൾ, അവരാ പറയുന്നതിന് അവനക്കൊരു തെളിവുമില്ല. ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവവുമായിട്ട് കമ്പയർ ചെയ്താൽ അവർ പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ ചാൻസ് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ട് അഹങ്കരിച്ചുകൊണ്ടാണ് അവർ ഈ പ്രത്യേകമായ ജൽപ്പനങ്ങൾ നടത്തുന്നത്. അല്ലാഹു നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹം നിഷേധിക്കാൻ കഴിയില്ല ആർക്കും. ഒരാളും അതിനെ നിഷേധിച്ചിട്ടില്ല. വർത്തമാന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളിലേക്ക് കയറുമ്പോൾ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളുടെ അളവുകളോ തൂക്കങ്ങളോ ഒരാൾക്കും നിജപ്പെടുത്താൻ കഴിയില്ല എന്ന്.
അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ എന്തിനേറെ അധികം ചിന്തിക്കേണ്ടതില്ലല്ലോ, സ്വന്തം ശരീരത്തെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ. വഫീ അൻഫുസിക്കും അഫലാ തഅഖിലൂൻ. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ആലോചിക്കാൻ ധാരാളമില്ലേ? ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യബുദ്ധിക്കും മനുഷ്യ കഴിവിനും അതീതമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വന്തം ശരീരത്തിൽ നടക്കുന്നത് അവനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. പ്രപഞ്ചത്തിൽ അല്ലാഹു തആല നിറച്ച ഓക്സിജൻ, ആ ഓക്സിജൻ അനുഭവിക്കാതെ ഈ ലോകത്ത് ഒരു യുക്തിവാദിയും ഒരു ഭൗതികവാദിയും ഒരു ആസ്തികനും നാസ്തികനും ഈ ലോകത്ത് ജീവിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വല്ലപ്പോഴും അവന്റെ ശ്വാസകോശങ്ങൾക്കും അവന്റെ ആന്തരിക അവയവങ്ങൾക്കും ഈ ഓക്സിജനെ പിടിച്ചെടുക്കാനുള്ള കഴിവുകൾ നിഷേധിക്കപ്പെടുമ്പോൾ, അതിന് ഏതെങ്കിലും നിലക്കുള്ള ബലഹീനത സംഭവിക്കുമ്പോൾ കൃത്രിമമായ ഓക്സിജൻ നൽകുന്ന ഒരു ഏർപ്പാട് ഇന്ന് സാധാരണയുണ്ട്. വെന്റിലേറ്ററിൽ കയറ്റി അവനിക്ക് കൃത്രിമ ശ്വാസം നൽകുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ നേരം ഒരു മനുഷ്യനിക്ക് ശ്വസിക്കാനുള്ള വായുവിന് ഇന്ന് ഏകദേശം 3000 രൂപയോളം വരുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ എത്ര ദിവസം ജീവിച്ചു ഇവിടെ, എത്ര വർഷം ജീവിച്ചു ഇവിടെ? ഈ കാലം അത്രയും അവനിക്ക് ഈ ശ്വാസം എവിടുന്ന് കിട്ടി? 3000 രൂപ കൊടുത്ത് ദിവസവും അവൻ ശ്വസിക്കുന്ന സിലിണ്ടർ വാങ്ങി ശ്വസിക്കുന്ന ആ വ്യക്തിക്ക് അതില്ലാത്ത രൂപത്തിൽ എത്ര കാലം അവനിവിടെ ജീവിച്ചു? ഒരു ചില്ലിക്കാശ് കൊടുക്കാതെ എവിടുന്ന് കിട്ടി ഈ സിലിണ്ടർ? ഈ ശ്വാസം എവിടുന്ന് കിട്ടി? ഈ ഓക്സിജൻ എവിടുന്ന് കിട്ടി? തന്റെ ഇടമുള്ള ആളുകൾ മനസ്സിലാക്കും ഈ യാഥാർത്ഥ്യം. ഒരു വിപത്തോ ഒരു മുസീബത്തോ ഒരു ബലാവോ ഒരു പ്രയാസങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മേൽപോട്ട് നോക്കി നിൽക്കുന്ന വളരെ കൂടുതൽ പ്രയാസ സങ്കീർണമായ അന്തരീക്ഷം ഇന്ന് ലോകത്ത് സംജാതമാവുകയാണ്. നമ്മുടെ നാട്ടിൽ സുനാമി വന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നു. അതൊക്കെ സംഭവിച്ചതിന്റെ ശേഷം ഇനി നാം എന്ത് ചെയ്യണമെന്നതല്ലാതെ ആ സംഭവിക്കുന്ന സംഭവങ്ങളൊന്ന് പ്രതിരോധിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ, സുനാമി തിരമാലകൾ കയറി വരുമ്പോൾ അതിനെ ഒന്ന് സ്കട്ട് ചെയ്യാൻ, സ്കട്ട് മിസൈൽ കൊണ്ട് അതിനൊന്ന് തടുക്കാൻ ഈ ലോകത്ത് ആർക്ക് കഴിഞ്ഞോ? ഇല്ല. ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീഴുമ്പോൾ ഒന്നിനും പറ്റാതെ വെറുങ്ങലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ലോകത്തിന്റെ മുമ്പിലുള്ളത്. ഈ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യത്തെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നതാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു മുട്ടുസൂചി മുതൽ ജ്യോതിർഗോളങ്ങൾ വരെ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് സ്വയം ഉണ്ടായതാണ് എന്ന് തെളിവടിസ്ഥാനത്തിൽ പറയാൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് കഴിയുകയുമില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിനൊരു കർത്താവുണ്ടെന്നും ഒരു സൃഷ്ടാവുണ്ട് എന്നും അത് സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നും വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും ആവശ്യമല്ല. പക്ഷേ അതൊന്നുമില്ലാതെ വെറും ജൽപ്പനങ്ങളുമായി വരുന്നു, എന്നിട്ട് ഈ പ്രപഞ്ചം സ്വയംഭൂവാണ് എന്ന് വെറുതെ കൊട്ടിഘോഷിക്കുന്നു. അർത്ഥരഹിതമായ അർത്ഥശൂന്യമായ പ്രഖ്യാപനം.